ഹായ്, ഞാൻ സുമയ സലീം. കൊല്ലത്ത് നിന്നാണ്. പാലാ ബ്രില്യൻറ്റിലെ നീറ്റ് റിപ്പീറ്റർ സ്റ്റുഡൻ്റാണ്. എന്നെപ്പോലെ MBBS എന്ന സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ചെറുപ്പത്തിലുള്ള ഒരു സ്വപ്നമായിരുന്നു എനിക്ക് നല്ലൊരു ഡോക്ടർ ആവുക എന്നത്. അങ്ങനെ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി 1 ഇയർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അത് എവിടെ ചെയ്യണം? അത് നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുള്ളൊരു കാര്യമാണ്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ ഒരു 1 ഇയർ നമുക്ക് വേസ്റ്റ് ആവുക എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ കിട്ടുമോ കിട്ടാതില്ലയോ അത് നെക്സ്റ്റ് കാര്യമാണ്. ആ ഒരു 1 ഇയർ നമുക്ക് മാക്സിമം അത് വാല്യൂബിൾ ആക്കുക. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരക്കി ഓരോ ആൾക്കാരുടെ അഭിപ്രായം കേട്ടു. അപ്പോഴൊക്കെ ബ്രില്യൻ പാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അയ്യോ അവിടെ പോകണ്ട, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, കാര്യം നിന്നെ കൊണ്ട് അവിടെ പറ്റത്തില്ല, നീ പകുതി വെച്ച് കിട്ടിയത് വരും. അങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടിരുന്നത്. പക്ഷേ ആ അനുഭവങ്ങളൊക്കെ 100-ൽ ഒരാളുടെ അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ബ്രില്യൻ ചൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അപ്പം ആ ഒരു കുട്ടിയുടെ അനുഭവം ഞാൻ കേട്ട് ഇവിടെ ചൂസ് ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ആയിരുന്നു. 1 ഇയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവരുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു. നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു 1 ഇയർ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നത് തന്നെ. അതും നമുക്ക് 1 ഇയർ ഫോണില്ല, ഫാമിലി ഇല്ല, ഒന്നുമില്ലാതെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ അത്രയും ആഗ്രഹിച്ച ആ വൈറ്റ് കോട്ട് സ്ഥലത്ത് അത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ എല്ലാവർക്കും ഉള്ള അടുത്തൊരു ആശങ്കയാണ്, നമ്മൾ പാലാ ബ്രില്യൻറ്റിൽ പഠിക്കണോ അതോ അവിടെ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കൊല്ലം ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ 100% സാറ്റിസ്ഫൈ ആണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. പാലയിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത് അതിൽ കൂടുതലായിരിക്കും നമുക്ക് ഇതേപോലുള്ള ബ്രാഞ്ചിൽ പഠിക്കുമ്പോൾ കിട്ടുക. അതിപ്പോൾ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പം ക്ലാസ്സസ് ആയിക്കോട്ടെ, അവിടുത്തെ സാറുമാരൊക്കെ ഇവിടെയും ക്ലാസ്സസ് എടുക്കാൻ പോകും, ഇവിടുത്തെ അവിടെയും പോകും. അതുകൊണ്ട് ആ ക്ലാസിൻ്റെ ഡിഫറൻസ് ഒന്നും വേണ്ട, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും നടക്കുക. പക്ഷേ നമുക്ക് കുറച്ചുകൂടി കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതേപോലുള്ള ബ്രാഞ്ചസ് പഠിക്കുമ്പോഴായിരിക്കും കിട്ടുക. പിന്നെ ഇപ്പോൾ നമുക്ക് ചില സാറുമാരുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാതെ വന്നു, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ്, എല്ലാവരും നല്ല ഫാക്കൽറ്റീസ് ആണ് എങ്കിൽ പോലും നമുക്ക് കൂടുതലും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അത് കയറുന്ന രീതിയിലുള്ള ക്ലാസ്സസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ലാസ് വൈസ് എല്ലാം ഓക്കെയാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഞാനിവിടെ അർഫ ഹോസ്റ്റലായിരുന്നു നിന്നിരുന്നത്. ആദ്യമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഹോം സിക്നസും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പതിയെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ, പോട്ടെ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കത്തുള്ളൂ. പിന്നെ ഉണ്ടാവും ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു എൻ്റെ വാർഡനും. അങ്ങനെ നമുക്ക് നമ്മുടെ ചേച്ചിമാർ തെറ്റ് പറ്റും എന്താണ് പറഞ്ഞിരുന്നത് ആ രീതി എടുത്തിരുന്നാൽ മതി. അങ്ങനെ നമുക്ക് തോന്നും, കാര്യം അവർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് മിണ്ടുന്നതും. നമ്മൾ എഫോർട്ട് ഇടാൻ റെഡിയാണോ ഉറപ്പായിട്ടും നമ്മളത് ക്രാക്ക് ചെയ്തിരിക്കും. കാര്യം അത്രയും നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പറയേണ്ടതാണ് ഇവിടുത്തെ എക്സാംസ്. നമുക്ക് ജാനുവരിക്ക് മുന്നേ തന്നെ പോർഷൻസ് എല്ലാം കഴിയും. ജാനുവരി തൊട്ട് നമ്മൾ നീറ്റിൻ്റെ പാറ്റേണിലുള്ള എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കാം. മോഡൽ, റിഹേഴ്സൽ മോഡൽ, പ്രീ മോഡൽ, അങ്ങനെ ഒരുപാട്. അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് എക്സാം എഴുതിയപ്പോൾ പുതിയതായിട്ടൊന്നും തോന്നിയില്ല. ഇത് ബ്രില്യൻറ്റിനേക്കാൾ എളുപ്പമാണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത്രയും എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നു. ചിലത് നമുക്ക് ഈസി ആയിരിക്കും, ചിലത് പാടായിരിക്കും. പക്ഷേ അതൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എക്സാമിന് മാർക്ക് പറയുമ്പോൾ. നമ്മൾ പ്ലസ് ടുവിനൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇയർ ഫസ്റ്റ് ആയിരിക്കും. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുക, അത് ഇപ്പോഴല്ലെങ്കിൽ ലാസ്റ്റ് നമുക്കത് ഉപയോഗപ്പെടും. എക്സാമിനൊക്കെ മാർക്ക് പറയുമ്പോൾ ഒരുപാട് കാര്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ 5 മിസ്സിന് നല്ല രീതിക്ക് അറിയാതെ. മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് കാണും. അപ്പോൾ അത് വരുമ്പോൾ ഒരെണ്ണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഭാഗ്യം, ആ ഒരു രീതി നമ്മൾ കാണും. അല്ലാതെ എക്സാമിന് മാർക്ക് പറഞ്ഞാൽ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് സന്തോഷ് സാറായിക്കോട്ടെ, ജോർജ് സാറായിക്കോട്ടെ, പ്രദീപ് സാറായിക്കോട്ടെ, പിന്നെ നമ്മുടെ കൊല്ലത്തിൻ്റെതായിരുന്നു രഞ്ജിത്ത് സാർ, അങ്ങനെ ആരുമായിക്കോട്ടെ അവിടെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ആ ഒരു ബന്ധമല്ല. നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ നമുക്ക് ഏത് സമയത്തും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും ആൾക്കാരും. അതുകൊണ്ട് പുറത്തുനിന്ന് കേൾക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യാതെ പോകരുത്. എല്ലാവർക്കും അനുഭവങ്ങൾ വേറെയാണ്. നമ്മുടെ ഈ ഒരു 1 ഇയർ ജേർണി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ അധ്വാനമാണ്. പിന്നെ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട് അത് നമ്മൾ എടുത്ത് പറയണം. കാര്യം ഇത്രയും ഫീസ് കൊടുത്ത് നമ്മളിവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം എനിക്കറിയാം എൻ്റെ പാപ്പയ്ക്ക് അത്രയും പൈസ ഉണ്ടായിട്ടല്ല എന്നോട് ചേർത്തത്. പക്ഷേ മോളുടെ ആഗ്രഹം അതാണ്. അപ്പം എങ്ങനെയായാലും ഞാൻ അധ്വാനിച്ച് കൊടുക്കും എന്ന ഒരു പേരൻസ് ആയിരുന്നു എൻ്റേത്. ഇന്ന് ഞാൻ ഈ നിമിഷം എൻ്റെ പേരൻസിനെ ആയാലും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഇനിയുള്ള കുട്ടികൾക്ക് എല്ലാം ഇതാശംസകൾ നേരുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.